ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അപ്കമിങ് ആയിട്ടുള്ള ഓവർസിയർ കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എക്സാമിന് നമുക്ക് ഇനി കുറച്ച് ഡേയ്സേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. സോ ആ എക്സാമിന് നമുക്ക് എങ്ങനെ എഫക്റ്റീവായി പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. സോ സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് അതുപോലെ തന്നെ നമുക്ക് 3 ബ്രാഞ്ചസിന്റെ സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്ത ഒരു എക്സാം ആണ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ പോസ്റ്റ് എന്ന് പറയുന്നത്. സിവിലിൽ നിന്നുള്ള ടോപ്പിക്സ് ഉണ്ട് പഠിക്കാൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. സോ നമുക്ക് ആ എക്സാമിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് സിലബസിന്റെ വെയിറ്റേജ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം സിവിലിന് 40 മാർക്ക് ഉണ്ട്. സോ നമ്മുടെ സബ്ജക്റ്റിന് നോർമലി 10 മാർക്ക് കൂടുതൽ ബാക്കി ബ്രാഞ്ചസിനേക്കാളും ഉണ്ട്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് 30 മാർക്സ് ഉണ്ട്. സോ ഇറ്റ് മേക്സ് ടോട്ടൽ ഓഫ് 100. അങ്ങനെ 100 മാർക്കിന്റെ എക്സാം ആണ്. അപ്പൊ ഇതിനകത്ത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ 40 മാർക്സ് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യണം. സിലബസ് ഡിസ്കഷൻ വീഡിയോ നമ്മൾ അപ്പാക്കിയിട്ടുണ്ട്. സോ സിലബസ് നിങ്ങൾ മനസ്സിലാക്കുക. അതിനകത്ത് കുറച്ച് വാസ്റ്റ് ആണ്, അതായത് കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ഒരു എക്സാം ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് മെഷീൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സിവിലുകാർക്ക് ഫെമിലിയർ ആയിട്ടുള്ള സബ്ജക്ട് ആയതുകൊണ്ട് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 30 മാർക്കിൽ കുറച്ച് മാർക്ക് കൂടെ നമ്മുടെ കയ്യിൽ വരും. സോ ഈ 40 മാർക്സ് പ്ലസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കുറച്ച് ആഡ് ഓൺ ചെയ്ത് പഠിക്കാം. ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് പുതിയ ടോപ്പിക്സ് ആവാം. ആ പുതിയ ടോപ്പിക്സ് എന്തായാലും പഠിക്കുക. അതിൽ നിന്ന് കുറച്ച് ബേസിക് ഇലക്ട്രിക്കൽ കാര്യങ്ങൾ നോക്കി വെച്ചിട്ട് പോവാം. സോ നമുക്ക് അഡീഷണലി പുതിയതായിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ് ഈ 30 മാർക്സ്. മെക്കാനിക്കലിലെ കുറച്ച് പാർട്ട് നമ്മുടെ കയ്യിലുണ്ട്, ബാക്കി ഇല്ലാത്ത IC എഞ്ചിൻസ് പോലെയുള്ള പാർട്ടുകൾ നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കുക തന്നെ വേണം. സോ സിവിൽ എഞ്ചിനീയറിംഗിന്റെ 40 മാർക്സ്. ഇനി നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ഏകദേശം നിങ്ങൾ ഓൾറെഡി സിലബസ് കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് നമുക്ക് സർവേയിങ് ഉണ്ട്, അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബിൽഡിംഗ് ഡ്രോയിങ് വളരെ കുറവേ ഉള്ളൂ, എസ്റ്റിമേഷൻ ഉണ്ട്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, ഹൈഡ്രോളജി. ഇത്രയും സബ്ജക്ട്സ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. 10 മാർക്ക് വീതമാണ് ഓരോ സബ്ജക്റ്റിനും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്സിലേക്ക് ഒന്ന് വരാം. അതായത് സബ്ജക്ട് നമ്മൾ പറഞ്ഞു, ടോപ്പിക്സ് ആണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ടോപ്പിക്സിനകത്ത് വരുന്നതിൽ നമുക്ക് കീ ആയിട്ട് നമ്മളിപ്പോൾ ഇതുവരെ ഓവർസിയർ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട 4 സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേയിങ്, എസ്റ്റിമേഷൻ. ഈ 4 സബ്ജക്ട്സ് ആണ്. എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് 10 മാർക്ക് ആണെങ്കിൽ കൂടി ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും സർവേയിങ്, എസ്റ്റിമേഷൻ, എസ്പെഷ്യലി ഇവർ രണ്ടുപേരും സർവേയിങ്, എസ്റ്റിമേഷൻ സ്കോർ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യത കുറച്ച് കുറവാണ്. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് വേഗം ആൻസർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് തിയറി ഉള്ളതാണ്, തിയറി ഫുൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. സോ ഈ 2 സബ്ജക്ട്സും വിത്ത് ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു സ്റ്റഡി. അപ്പൊ ഇത് 4 എണ്ണം ആദ്യമേ എടുത്തു വെക്കുക. ഈ 4 എണ്ണം വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കുക. അതായത് സിവിൽ പഠിക്കുമ്പോൾ സിവിൽ സബ്ജക്ട്സ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട 4 പേരാണ്. അതായത് ഈ 4 സബ്ജക്ട് മസ്റ്റ് ആയിട്ടും ആദ്യം തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. റിവിഷന് ആവശ്യത്തിന് സമയം കൊടുക്കുക. ലെസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് അടുത്ത പറയുന്നത്. ലെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലീസ്റ്റ്, ലെസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്നല്ല പറയുന്നത്. ഇറിഗേഷൻ, ഹൈഡ്രോളജി ഉണ്ട്, ബിൽഡിംഗ് ബൈലോസ് ഉണ്ട്. ബിൽഡിംഗ് ബൈലോസ് നമുക്ക് സ്റ്റെയർ കേസ്, നമ്മുടെ സിലബസിനകത്ത് സ്റ്റെയർ കേസ് പറഞ്ഞിരിക്കുന്നതിനകത്ത് മാത്രമാണ് റൂമിന്റെ സ്പെസിഫിക്കേഷനും ഹെഡ് റൂം ഒക്കെ ആസ് പെർ NBC, ആസ് പെർ KMBR എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടി ബിൽഡിംഗ് ബൈലോസിൽ സ്ഥിരം ചോദിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഹെഡ് റൂം അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് എന്തായാലും നോക്കണം. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇറിഗേഷനും ബിൽഡിംഗ് ബൈലോസും സെക്കൻഡറി ആയിട്ട് പഠിക്കുക. നേരത്തെ പറഞ്ഞ സബ്ജക്ട്സ് പഠിക്കുന്നതിന്റെ കൂടെ പാരലലി മാത്രം പഠിക്കുക. ഇമ്പോർട്ടൻസ് അവർക്ക് 4 പേർക്കും തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഒരു സ്റ്റഡി പ്ലാൻ, ഒരു ടെൻഡേറ്റീവ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം day 1 to day 5 നമുക്ക് ഈ പറഞ്ഞ സബ്ജക്ട് 4 സബ്ജക്ട്സിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അതിൽ ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷനും എടുക്കുക. പാരലലി ഇറിഗേഷനോ ഹൈഡ്രോളജിയോ ഞാൻ പറഞ്ഞ ലെസ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സിൽ നിന്ന് ഒരു ടോപ്പിക് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ക്ലബ് ചെയ്ത് പഠിക്കുക. ഒരാഴ്ചത്തെ സിലബസ് സെറ്റ് ചെയ്യുക 5 ദിവസം. ഈ 5 ദിവസം പഠിച്ചതിന് ശേഷം 6ാമത്തെ ദിവസം ഈ 5 ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ 5 ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങളും റിവൈസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ ദിവസവും പഠിച്ച ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിർബന്ധമായി അറ്റൻഡ് ചെയ്യുക. പിന്നെ 7 to 11 വീണ്ടും എന്ത് ചെയ്യുക, വീണ്ടും കുറച്ച് ചാപ്റ്റേഴ്സ് സെറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് 12 and 13 നമ്മൾ നോക്കിക്കുക. ഇവിടെ ആദ്യം ഒരു 5 ദിവസം പഠിച്ചിട്ട് 1 ദിവസം റിവിഷൻ ഇട്ട. ഇനി നമുക്ക് ടോപ്പിക്സ് കൂടുമ്പോൾ 2 ദിവസം റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെ റിവിഷൻ എണ്ണം കൂട്ടി നമുക്ക് എക്സാമിന് അടുക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി റിവിഷൻ നടക്കുക. അതായത് ഇനി നമുക്ക് ഒരുപാട് ടൈമൊന്നുമില്ല നമ്മുടെ കയ്യിൽ. ഹാർഡ്ലി ഒരു
3 months അടുപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ടൈം ബൗണ്ട് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ഒരു ഏകദേശം ഒരു 35 days ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു 60 days നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ ആണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേയിങ്, എസ്റ്റിമേഷൻ, അതിനെല്ലാം മിനിമം കൊടുക്കേണ്ട ഡേയ്സ് ആണ്. ഞാൻ ഇതൊന്നും ഹാർഡ്ലി ഇത്രയും നിങ്ങൾ കൊടുക്കണം എന്ന് പറയല്ല, ഇൻസിസ്റ്റ് ചെയ്യല്ല. ഒരു മിനിമം 20 days കൊടുക്കണം. സർവേയിങ് ഒരു 20 days. 20 days എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പഠിക്കാൻ നിങ്ങൾക്ക് അറിയാം സർവേയിങ് ഒന്നും 20 ദിവസം വേണ്ടല്ലേ. അപ്പം അതിനകത്ത് ക്വസ്റ്റ്യൻസ്, പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കാനാണ് ഈ 20 days. ഇനി നിങ്ങൾ ഈ സബ്ജക്റ്റിൽ സ്ട്രോങ് ആണെന്ന് വിചാരിക്കും, സർവേയിങ് അല്ലെ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടല്ലേ, എസ്റ്റിമേഷൻ, ഇതെല്ലാം ഈ 20 ദിവസം വീതം, ഈ 20 ദിവസം കഴിഞ്ഞ് ഞാൻ അടുത്ത പഠിക്കാം, അങ്ങനെ 40 ദിവസം കളയാനല്ല പറഞ്ഞു. ഈ 20 ദിവസം ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആ ദിവസം തന്നെ സർവേയിങ്ങും പഠിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ സ്ട്രോങ് ആണെന്ന് വിചാരിക്കുക ആ സബ്ജക്റ്റിൽ, നിങ്ങൾക്ക് 20 ദിവസം എന്നുള്ള വേണ്ടായിരിക്കും, ചിലപ്പോൾ 5-6 ദിവസം കൊണ്ട് പഠിച്ചിട്ട് ബാക്കി 5 ദിവസം ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതിയായിരിക്കും. എന്തായാലും ക്ലബ് ചെയ്ത് മിനിമം 20 എന്ന രീതിയിൽ കൊണ്ടുപോവുക. ഇനി ലെസ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ലെസ് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ദിവസം എന്നുള്ളത് മിനിമം, അതായത് 6 ദിവസം കൊണ്ട് പഠിച്ചിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് എടുക്കുക. ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക്കലിലെയും മെക്കാനിക്കലിലെയും നിങ്ങൾക്ക് പഠിക്കാൻ തീരെ പറ്റുന്നില്ല എന്ന് തോന്നിയ പോർഷൻസ് മിനിമം ഒരു 15 days മാറ്റി വെക്കുക. അതായത് 15 days ഇലക്ട്രിക്കലും മെക്കാനിക്കലൂടെ ക്ലബ് ചെയ്ത് ആ പാടുള്ള സബ്ജക്ട്സിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്ത് കൺസെപ്റ്റ് മനസ്സിലാക്കി എവിടെന്നെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സസ് കണ്ട് വായിച്ചെടുക്കേണ്ട സബ്ജക്ട്സിന് വേണ്ടി മാറ്റി വെക്കുക. 5 ദിവസം കമ്പൽസറി റിവിഷൻ കൊടുക്കുക. 5 ദിവസം കമ്പൽസറി റിവിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും 5 ദിവസം ഫുൾ കംപ്ലീറ്റ് ഡേ. അത് നിങ്ങൾക്ക് ഡേ ആയിട്ടോ അല്ലെ അവേഴ്സ് ആയിട്ടോ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എന്തായാലും ഓരോ ടോപ്പിക്കിൽ നിന്ന് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ OMR ഷീറ്റിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ പഠിക്കുന്നതിന് മുന്നേ റിവിഷന് വേണ്ടിയിട്ട്, അതായത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ദെൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫോർമുലാസ് ഒക്കെ എഴുതി വെക്കും. യെല്ലോ കളർ വെച്ചിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ സൈക്കോളജിക്കലി പറയുന്നത് ഒരുപാട് മെമ്മറി ബൂസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് യെല്ലോ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് മറന്നു പോകുന്ന കാര്യങ്ങൾ വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഈ ഒരു പ്ലാനിന് വേരിയേഷൻസ് വരുത്തി കസ്റ്റമൈസേഷൻസ് വരുത്തി ചെയ്യാവുന്നതാണ്. സോ നമുക്ക് കുറച്ച് ഡേയ്സ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് നമുക്ക് ഒരു 2-2.5 months നമ്മളെ ടാർഗറ്റ് ചെയ്ത് ടോപ്പിക്സ് കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് സിവിൽ പോർഷൻസ്, സിവിലുകാരുടെ സിവിൽ പോർഷൻസ് ഫുൾ മാർക്സ് അല്ലെങ്കിൽ ഏകദേശം അറൌണ്ട് ഫുൾ മാർക്സ് കിട്ടുന്ന രീതിയിലും ബാക്കി സബ്ജക്ട്സിൽ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് അതിന് സഫീഷ്യൻറ്റ് ടൈം ഫോർ റിവിഷൻ ആസ് വെൽ ആസ് ക്വസ്റ്റ്യൻസിലൂടെങ്കിലും തിയറി പഠിച്ചു പോകുന്ന രീതിയിൽ, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്ന രീതിയിലെങ്കിലും പഠിച്ചിട്ട് നല്ല മാർക്സ് നേടണം. കാര്യം നമുക്ക് വേക്കൻസി കുറച്ച് കുറവുള്ള പോസ്റ്റ് ആയതുകൊണ്ട് ഇത്രയും വാസ്റ്റ് സിലബസും ഉണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് നമ്മൾ സിൻസിയർ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം എന്ന് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.